കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്ത് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയം, ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചികിത്സാ പിഴവുകൾ ഉണ്ടായാൽ തന്നെ അത് വലിയ വാർത്തയാകുമായിരുന്നു. വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഈ പറഞ്ഞ യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുമായിരുന്നു. മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗ് പോലും എന്നും ജമാഅത്തെ ഇസ്ലാമി എതിർത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഇപ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. ചികിത്സാ പിഴവുകൾ വരുന്ന സമയത്ത് കൃത്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി വീണ ജോർജിന് സാധിച്ചിരുന്നു. കെ മുരളീധരനും അത് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കെ മുരളീധരന് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ വീണ ജോർജിന് കിട്ടാതെ പോയത്? ഈ സർക്കാർ വന്നതിന് ശേഷം 18 ദിവസത്തിനുള്ളിൽ 6ഓളം ആളുകളെ ആന ചവിട്ടിക്കൊന്നു. ആന ചവിട്ടിക്കൊന്നതിന് ശേഷം PV അൻവർ എന്താ മിണ്ടാത്തത്? ആസനം പുള്ളി കിടക്കുവാണെന്നൊക്കെയാണ് പുള്ളി പത്രക്കാരോട് പറഞ്ഞത്. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് UDF-നെ അധികാരത്തിലെത്തിക്കാൻ ലീഗിലൂടെ മീഡിയ കൊണ്ടും അവരെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി രൂപകൽപ്പന ചെയ്തൊരു അജണ്ട അല്ലെങ്കിൽ ഒരു അജണ്ട സെറ്റിംഗ് തിയറി ഇത് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളും ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതെല്ലാം വർക്കായി അവർ അധികാരത്തിലെത്തി. അത് ഒരു വശം. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്ന് പറയുമ്പോൾ നേരത്തെയും ഉണ്ടായിരുന്ന പല മഹാമാരികളും വീണ്ടും തിരിച്ചെത്തുന്നു. അത് സ്വാഭാവികമാണ്. എല്ലാ കൊല്ലം അന്ന് മറ്റു പല പേരുകളിലും ഇത് മുന്നുണ്ടായിരുന്ന കാലത്ത് നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിനെതിരെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾ രാഷ്ട്രീയ രീതിയിൽ ആരോപിച്ച് രംഗത്തെത്തിയിരുന്ന പലരും ഇന്ന് അധികാരത്തിൻ്റെ ഭാഗത്തുണ്ട്. അപ്പം ഇതെല്ലാം കണക്ട് ചെയ്ത് വരുമ്പോൾ ഈ അജണ്ട സെറ്റിങ്ങും ഇപ്പം നിലവിലെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ, നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ അജണ്ട സെറ്റിങ്ങിൻ്റെ ഭാഗമായവർ ഇപ്പോൾ ഈ സിസ്റ്റത്തിലുണ്ട് അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലുണ്ട്. ഇതെങ്ങനെ ഈ സാധനം ഇന്റർ കണക്റ്റഡ് ആകുന്നത്? അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയന് ലഭിക്കാതിരുന്ന പല ആനുകൂല്യങ്ങളും പുതിയ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ VD സതീശൻ സർക്കാരിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്ത് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയം, ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചികിത്സാ പിഴവുകൾ ഉണ്ടായാൽ തന്നെ അത് വലിയ വാർത്തയാകുമായിരുന്നു. വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഈ പറഞ്ഞ യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുമായിരുന്നു. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. മാധ്യമങ്ങളാണെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രാധാന്യം, ഒരു അമിത പ്രാധാന്യം അതിന് നൽകുകയും ചെയ്തിരുന്നു. ഏത് ആശുപത്രികളായിക്കോട്ടെ, അത് ഗവൺമെൻറ് ആശുപത്രികളായിക്കൊള്ളട്ടെ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്വകാര്യ ആശുപത്രികളായിക്കൊള്ളട്ടെ, ഇവിടങ്ങളിലെല്ലാം ചികിത്സാ പിഴവുകൾ ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണത്. ഇപ്പം നമ്മളൊരു ആശുപത്രിയിലേക്ക് ഒരു ഓപ്പറേഷന് വേണ്ടി പോകുന്നു. ആ ഓപ്പറേഷൻ അവിടെ ചെന്നതിന് ശേഷം അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ബന്ധുക്കളുടെ അടുത്ത് നിന്ന് അതിൻ്റെ കൺസേൺ എഴുതി വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് ഇവർ ഓപ്പറേഷന് ഡോക്ടർമാർ തയ്യാറാകുന്നത്. കാരണം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ഇത് പകുതി ഡോക്ടറുടെ കൈവശവും ബാക്കി പകുതി നമ്മുടെ ജീവൻ ആരാണോ നമുക്ക് നൽകിയിട്ടുള്ളത് അവരുടെ കയ്യിലിരിക്കുന്ന കാര്യമാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ചികിത്സാ പിഴവുകളെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജിനെ വളരെ നിശിതമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരാളാണ് ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ പ്രാവശ്യം വീണ ജോർജിനെതിരെ അതിശക്തമായ വിമർശനമാണ് ഉയർത്തിക്കൊണ്ട് വന്നത്. കാരണം വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോയിരുന്നു. കാരണം ആശുപത്രിയിലെ ഒരു മെഷീൻ മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് വരെ ഈ പ്രശ്നം എത്തിച്ചേർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ ജോർജിനെതിരെ പോലും നിശിതമായ വിമർശനങ്ങൾ നടത്താനായിട്ട് ഹാരിസിന് സാധിച്ചു. എന്നാൽ ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിശബ്ദനാണ്. ഈ നിശബ്ദതയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹാരിസും ഒരു സൃഷ്ടിയായിരുന്നോ എന്നുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചില ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് ആദ്യമായിട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗ് പോലും എന്നും ജമാഅത്തെ ഇസ്ലാമി എതിർത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഇപ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഒരു സൗഹൃദം മുസ്ലിം ലീഗിനെ പോലും കമ്മ്യൂണലായിട്ട് ചിന്തിക്കാൻ, അതായത് ഒരു കമ്മ്യൂണൽ ചിന്തയിലേക്ക് പോകാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ UDF-ന് അനുകൂലമായിട്ട് ഉണ്ടായി എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഡോക്ടർ ഹാരിസിന്റെ വിഷയം ഇപ്പോൾ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആരോഗ്യമന്ത്രി ആയിട്ടുള്ള കെ മുരളീധരൻ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യ മേഖലയിൽ എക്കാലത്തും പ്രശ്നങ്ങളുണ്ട്, ഏറ്റവും കൂടുതൽ കല്ലേറ് കിട്ടുന്ന ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇത് മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ നിപ്പ വൈറസ് വന്നു, അതിനുശേഷം കൊറോണ വന്നു, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ, മാരകമായിട്ടുള്ള പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിൽ വരും എന്നുള്ളതൊരു സ്വാഭാവികമാണ്. അത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ സൃഷ്ടിയോ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഒരു സർക്കാരിൻ്റെയോ സൃഷ്ടിയല്ല, മറിച്ച് അത് കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടാവുന്നതാണ്. എന്നാൽ അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ എന്താണ് നമ്മൾ വിളിക്കുക? ചികിത്സാ പിഴവുകൾ വരുന്ന സമയത്ത് കൃത്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി വീണ ജോർജിന് സാധിച്ചിരുന്നു. കെ മുരളീധരനും അത് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കെ മുരളീധരന് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ വീണ ജോർജിന് കിട്ടാതെ പോയത്? എന്തുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് വീണ ജോർജ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുമായിരുന്നു, ഇപ്പോഴെന്താണ് സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഡോക്ടർ ഹാരിസിന്റെ ബൈറ്റ് ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോകാത്തത്? കാരണം ഒരു സർക്കാർ മാറി എന്ന് കരുതി അപ്പോൾ തന്നെ ഇതെല്ലാം ഇല്ലാണ്ടാകുമോ? അല്ലെങ്കിൽ 20 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ പുതിയ സർക്കാർ വന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കുമോ? സിസ്റ്റം പഴയ സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റത്തെ കുറിച്ച് ഹാരിസ് ഇപ്പോഴും അഡ്രസ് ചെയ്യണ്ടേ? ഡോക്ടർ ഹാരിസിന്റെ നിശബ്ദതയെ നമ്മൾ സംശയിക്കുന്ന സമയത്താണ് നമ്മൾ വിചാരിക്കേണ്ടത് ഇപ്രാവശ്യത്തെ ഈ 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പല രാഷ്ട്രീയ അജണ്ടകളും സെറ്റ് ചെയ്തത് മീഡിയ വൺ ചാനലാണ്. മീഡിയ വൺ ചാനലിനെ നിയന്ത്രിക്കുന്ന ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും, ഈ പറഞ്ഞ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നയാള് മീഡിയ വണ്ണിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സൃഷ്ടിയാണോ എന്നുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് സൃഷ്ടികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ചികിത്സാ പിഴവ് നേരിട്ട ഹർഷിതയ്ക്ക് ജോലി നൽകാൻ വേണ്ടിയിട്ട് ഈ കെ മുരളീധരൻ തയ്യാറായി. എന്നാൽ ഈ പ്രാവശ്യം ഈ സർക്കാർ വന്നതിന് ശേഷം ചികിത്സാ പിഴവ് മൂലം അപകടം പറ്റിയിട്ടുള്ള ആളുകൾക്ക് ജോലി നൽകാൻ വേണ്ടിയിട്ട് എന്താണ് തയ്യാറാവാത്തത്? അന്ന് ആ ഹർഷിത എന്ന് പറയുന്ന ആളെ ഈ സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിനെതിരെ അതിശക്തമായ പ്രചരണ ആയുധമായിട്ട് പ്രതിപക്ഷം ഉപയോഗിച്ചിരുന്നു. ഈ LDF എന്ന പ്രതിപക്ഷം, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന LDF, അങ്ങനെ ചികിത്സാ പിഴവ് നേരിട്ട ആരെയെങ്കിലും ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ടോ? ഈ പൊളിറ്റിക്സിൽ ഒരു എത്തിക്സ് ഒക്കെ വേണമെന്ന് നമ്മൾ പറയാറില്ലേ? ആ എത്തിക്സ് കൃത്യമായിട്ട് ഇവിടെ അവലംബിക്കുന്ന സമയത്ത്, മറിച്ച് UDF പ്രതിപക്ഷത്തിരുന്ന സമയത്ത് എന്താണ് കാണിച്ചുകൊണ്ടിരുന്നത്? ഡോക്ടർ ഹാരിസ് ഒന്നും ഇപ്പം മിണ്ടുന്നില്ല. ഡോക്ടർ ഹാരിസ് മാത്രമാണോ? PV അൻവർ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം 18 ദിവസത്തിനുള്ളിൽ 6ഓളം ആളുകളെ ആന ചവിട്ടിക്കൊന്നു. ആന ചവിട്ടിക്കൊന്നതിന് ശേഷം PV അൻവർ എന്താ മിണ്ടാത്തത്? ആസനം പുള്ളി കിടക്കുവാണെന്നൊക്കെയാണ് പുള്ളി പത്രക്കാരോട് പറഞ്ഞത്. പക്ഷെ എങ്കിലും പുള്ളി വിമർശിക്കേണ്ടെന്നേ. ഭരണപക്ഷത്തെ പ്രതിപക്ഷമായിട്ട് നിലകൊള്ളാനായിട്ട് PV അൻവറിന് സാധിക്കണ്ടേ? അതല്ല എങ്കിൽ എന്താണ്, LDF ഭരിക്കുന്ന സമയത്ത് മരണങ്ങൾ മാത്രമേ മരണമാകുന്നുള്ളൂ? UDF ഭരിക്കുന്ന സമയത്തുണ്ടാവുന്ന മരണങ്ങളൊന്നും മരണങ്ങൾ അല്ലാതാവുന്നില്ലേ? അല്ല, ഈ നാട്ടിലൊരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഗവൺമെന്റ് ആശുപത്രികൾക്കെതിരെ ഇവിടെ ഒരു പൊതുബോധം മീഡിയ വണ്ണൊക്കെ സൃഷ്ടിച്ചെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കൃത്യമായിട്ട് ഇവിടുത്തെ സ്വകാര്യ മാനേജ്മെന്റ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ അന്വേഷണങ്ങൾ കേരളത്തിലെ പല പ്രമുഖ ഹോസ്പിറ്റലുകൾക്ക് നേരെ പോയി. എന്താണ് ഇപ്പോൾ അന്വേഷണം? ആ അന്വേഷണം ഇപ്പോൾ എവിടെയാണ്? നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു നോക്കേണ്ട കാര്യമല്ലേ? തൃശ്ശൂരെ ഒരു ഹോസ്പിറ്റലിൽ മാത്രം നടന്നിട്ടുള്ളത് 50ഓളം വൃക്ക മാറ്റൽ ശസ്ത്രക്രിയയാണ്. അവയവ ദാനമൊക്കെ നല്ലതാണ്, പക്ഷേ അതിന് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഫോർമാലിറ്റി ഉണ്ടല്ലോ, ആ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യാതെ പാവപ്പെട്ടവന്റെ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് അവന്റെ അവയവം വില കൊടുത്തു വാങ്ങുന്ന ഒരു അവയവ കച്ചവടം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നറിഞ്ഞിട്ടും അതിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇവിടെ നിയമിച്ചിട്ടും ആ അന്വേഷണം എന്താണ് മുമ്പോട്ട് പോകാത്തത്? സർക്കാർ മറുപടി പറയേണ്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ? സർക്കാർ പഴയ രാഷ്ട്രീയ പരാതികളുമേ അന്വേഷിക്കുന്ന തിരക്കിലായിരിക്കും. അല്ല, സർക്കാർ പഴയ രാഷ്ട്രീയ പരാതികളൊക്കെ അന്വേഷിച്ചോളട്ടെ, ഇതിനകത്തൊന്നും ആരും ഒന്നും പറയുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UDF പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്ന ഡോക്ടർ ഹാരിസ് ഇപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരിനുണ്ടാവുന്ന വീഴ്ചകളെ കുറിച്ച് UDF അധികാരത്തിലെത്തിയ സമയത്ത് സർക്കാരിനുണ്ടായ വീഴ്ചകളെ കുറിച്ച് വിമർശിക്കാത്തത്? സർക്കാരിനെതിരെ നിശിതമായ വിമർശനം നടത്തിയ 2 IAS ഉദ്യോഗസ്ഥന്മാരാണെന്ന് പ്രശാന്ത് IAS, കളക്ടർ ബ്രോ, പിന്നെ മറ്റൊന്ന് ഡോക്ടർ B. അശോക് IAS.
ഒരാളെ ഇപ്പോൾ പൊതു വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ 10ഓളം മാരകമായ രോഗങ്ങൾ മനുഷ്യനുണ്ടാവുമെന്നൊക്കെയാണ്. സംഘപരിവാറിൻ്റെ ഒരു ഏജന്റ് തന്നെയാണ് അദ്ദേഹം എന്നുള്ള നിലപാടിൽ നമുക്കിപ്പോൾ പിന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി നമുക്ക് വിലയിരുത്താം. ഒരു IAS ഉദ്യോഗസ്ഥനാണ്. ആ IAS ഉദ്യോഗസ്ഥനെ എവിടെ നിയമിക്കണമെന്ന് സർക്കാരിന് തന്നെ തീരുമാനിക്കാം. കഴിവുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രയോജനപ്പെടുത്തട്ടെ എന്നാണ് പറയാനുള്ളത്. കാരണം ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ റോജി എം ജോൺ. അപ്പോൾ ആ റോജി എം ജോണിന് നമുക്ക് സഹായകരമാവുന്ന രീതിയിലുള്ള എന്ത് പ്രവർത്തനമാണ് ഡോക്ടർ B അശോക് IAS നാളുകളിൽ കാഴ്ചവെക്കുക നമുക്ക് പരിശോധിക്കാം. എങ്കിലും നമുക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പ്രശാന്ത് IASഉം അതോടൊപ്പം തന്നെ ഡോക്ടർ B അശോക് IASഉം ഈ സർക്കാരിനെതിരെ ഈ വരുന്ന 4.5 വർഷങ്ങൾക്ക് ശേഷം ഇവർ സർവീസിലുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചേക്കാം. ഈ 4.5 വർഷത്തിനിടയിൽ ഒരു വിമർശനങ്ങൾ ഉന്നയിക്കുമെന്ന് തോമസിന് തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു വിമർശനങ്ങളെങ്കിലും ഉന്നയിക്കുകയോ? ഇല്ലല്ലോ. അപ്പം ഇതിനകത്തൊന്നും ഒരു വലിയ കഥയൊന്നുമില്ല. ഇത് അധികാരത്തിന് വേണ്ടിയിട്ട് ഒരു സർക്കാരിനെ വിമർശിച്ച് ഇല്ലാതാക്കി. അതാണ് LDF സർക്കാരിനെ ഇല്ലാതാക്കാനായിട്ടുള്ള കാരണം. കാരണം LDFനെതിരെ ഒരു പൊതുവികാരം ഉണ്ടായിരുന്നു എന്നുള്ളതിനൊക്കെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ LDFന്റെ കാലത്ത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെ വിമർശിച്ചിരുന്നവർ ഇന്ന് എന്തുകൊണ്ട് K മുരളീധരന് അറ്റ്ലീസ്റ്റ് വിമർശിക്കേണ്ട നിർദ്ദേശങ്ങളെങ്കിലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടായിരിക്കാം. അല്ല, അന്നും ഇവർക്ക് യാഥാർത്ഥ്യം അറിയാലോ. ഡോക്ടർ ഹാരിസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ആളല്ലേ. ആ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ഡോക്ടർ ഹാരിസിന് ധാരണയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ ഹാരിസ് വിഷമിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ ഹാരിസിനെ മീഡിയ 1 എന്ന ചാനൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട. കേരളം ഏറ്റവും കൂടുതലായിട്ട് എതിർക്കേണ്ട ഒരു ചാനലായിട്ട് ഈ പറഞ്ഞ മീഡിയ 1 മാറുന്നു. അതോടൊപ്പം തന്നെ വർഗീയ വിഷം ഈ നാട്ടിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെയും അതിശക്തമായിട്ട് നമ്മൾ എതിർക്കേണ്ടതുണ്ട്. കോൺഗ്രസ് അതിൻ്റെ മതേതര സ്വഭാവത്തിൽ നിന്ന് അധികാരത്തിന് വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങരുത്. ഈ നാട്ടിലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നവരാണ്, മതേതരമായിട്ട് ചിന്തിക്കുന്നവരാണ്. അവരിലേക്ക് കമ്മ്യൂണലിസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും മീഡിയ 1 യാതൊരു തരത്തിലുള്ള സന്ധിയിലേക്കും കോൺഗ്രസ് നേതൃത്വമോ UDF പോകരുത്. വരും നാളുകളിൽ അത് വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് UDFനും കോൺഗ്രസിനും കാരണമാകുമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഈ അവസരത്തിൽ നടത്താൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഒരു കാര്യം നമുക്ക് പറയാം, LDF സർക്കാരിന് കിട്ടാത്ത പല ആനുകൂല്യങ്ങളും VD സതീശൻ സർക്കാരിന് കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും നൽകുന്നുണ്ട്. ഈ ഒരു പൊതുബോധ്യത്തിലൂടെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ചെന്നെത്താൻ പോകുന്നത് വലിയ ഒരു അപകടത്തിലേക്കായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം പതിയെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങും. ഇപ്പോൾ 19ാം തീയതി ബഡ്ജറ്റ് ഉണ്ട്. ഇങ്ങനെ ഓരോ സമയം കഴിയും തോറും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.